ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ലെക്ചർ സീരീസ് പ്ലാൻ ചെയ്യുന്നത് KTUവിൻ്റെ EST102 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലാബ് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് 20ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കിട്ടും. ഇത് കൂടാതെ അൽഗോരിതവും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതവും പ്രോഗ്രാമും ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ കൺസെപ്റ്റ് പാർട്ടും വിത്ത് മോർ പ്രോഗ്രാംസും ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെക്ചർ സീരീസിലേക്ക് കടക്കാം. നിങ്ങളൊരു അഡ്രസ് എന്ന് പറയുന്നൊരു യൂണിയൻ എടുക്കുക. അതിൻ്റെ അകത്ത് ഒരു പ്രീ ഡിഫൈൻഡ് സൈസ് ഉള്ള സേ ഐ ആം സെറ്റിംഗ് C_size. സൈസ് എന്ന് പറയുന്നത് ഞാൻ 30 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. Now I am defining 3 components. Name, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് C_size തന്നെയാണ്. അടുത്ത ക്യാരക്ടർ ഞാൻ സിറ്റി ഞാൻ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ C_size. അടുത്തത് ഞാൻ സ്റ്റേറ്റിൻ്റെ പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ C_size. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വേരിയബിൾ ഞാൻ എടുക്കുകയാണ്. ഞാനൊരു വേരിയബിൾ എടുക്കുകയാണ്. യൂണിയൻ അഡ്രസ് എ. ഞാൻ എന്ത് ചെയ്യുന്നു, ആ യൂസറിൻ്റെ കയ്യിൽ നിന്ന് നെയിം മേടിക്കുന്നു. സ്കാനഫ് പെർസെൻറ്റേജസ് a.name. അടുത്തത് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റർ ദി സിറ്റി. ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റർ ദി സിറ്റി. എന്നിട്ട് ഞാൻ സിറ്റി എൻ്റർ ചെയ്യാണ്. a.city. അടുത്തത് എൻ്റർ ദി സ്റ്റേറ്റ്. എന്നിട്ട് ഞാൻ യൂസറിൻ്റെ നിന്ന് റീഡ് ചെയ്യാണ്. a.state. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഞാനാണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. printf name equal to percentages /n a.name. ഇനി അടുത്തത് ഞാൻ സിറ്റി എൻ്റർ ചെയ്യാൻ പോവാണ്. സിറ്റി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. a.city. ഇനി അടുത്തത് എനിക്ക് സ്റ്റേറ്റ് എൻ്റർ ചെയ്യണം. സ്റ്റേറ്റ് ഈക്വൽ ടു a.state. ഇത്രയും കാര്യം ഞാൻ എൻ്റർ ചെയ്തിട്ട് ഞാനത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ 30 ആയിട്ട് തന്നെ കൊടുക്കുക. ഈ സൈസിന് പകരം 30 ആയിട്ട് തന്നെ കൊടുക്കുക. 30 എല്ലാത്തിൻ്റെയും സെയിം സൈസായിട്ട് കൊടുക്കണമെന്ന് അത് മീൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര സൈസ് ഓഫ് അഡ്രസ് എത്രയായിരിക്കും, അല്ലെങ്കിൽ യൂണിയൻ അഡ്രസ് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ബൈറ്റാണ്. അപ്പോൾ 30 ക്യാരക്ടേഴ്സ് ആകുമ്പോൾ 30 ബൈറ്റ്സ്. ഇതാകുമ്പോഴും 30 ബൈറ്റ്സ്. അപ്പോൾ ആർക്കാണ് ഹയസ്റ്റ് സൈസ് ഉള്ളത്? 30 ബൈറ്റ്സ്. അപ്പോൾ 30 ബൈറ്റ്സ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, നെയിം എൻ്റർ ചെയ്യുന്നു, സിറ്റി എൻ്റർ ചെയ്യുന്നു, സ്റ്റേറ്റ് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ 3 എണ്ണം ഞാൻ ഡിസ്പ്ലേ ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നൊന്ന് നോക്കി നോക്കാം. ഞാൻ ഒന്ന് കമ്പയർ ചെയ്യുന്നു. a.exe. അപ്പോൾ നെയിം ചോദിക്കുകയാണ്,
ഞാൻ ABC എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. ദെൻ സിറ്റി ചോദിക്കുകയാണ്, ഞാൻ TVM എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. സ്റ്റേറ്റ് TVM. ഓക്കെ, ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേരള എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, മൂന്നും എനിക്ക് കേരളയായിട്ട് വന്നു. അതിന് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞതിൻ്റെ അതേ എക്സ്പ്ലനേഷനാണിത്. കാരണം സിറ്റിയും നെയിമും സിറ്റിയും സ്റ്റേറ്റും സെയിം മെമ്മറിയാണ്, ഈ 30 എന്ന് പറയുന്ന മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം നെയിം മേടിച്ചു. അപ്പോൾ ആദ്യം എന്തായിരിക്കും കിടക്കുന്നത്, ABC ആയിരിക്കും കിടക്കുന്നത് ആ മെമ്മറിക്കകത്ത്. ആദ്യം ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മെമ്മറിയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ABC വാങ്ങിച്ചു. അപ്പം ഞാനിവിടെ ABC സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് ഞാൻ എന്ത് മേടിക്കുന്നു, സിറ്റി മേടിക്കുന്നു. അപ്പം ഞാൻ അവിടെ ഈ സെയിം മെമ്മറിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ABC മാറ്റിയിട്ട് ഞാൻ അവിടെ TVM കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്തത് സ്റ്റേറ്റ് മേടിക്കുന്നു. സ്റ്റേറ്റ് മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേരള. അപ്പോൾ ഈ TVM മാറ്റി അവിടെ ഞാൻ എന്ത് വരുന്നു, ഓവർ റൈറ്റ് ചെയ്യുന്നു, കേരള എന്ന് പറഞ്ഞ് ഓവർ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മെമ്മറിയാണ് 3 പേരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേ മെമ്മറി ഞാൻ പറയാണ് A.name. അപ്പോൾ A.nameനകത്ത് ഇപ്പോൾ കിടക്കുന്ന വാല്യൂ എന്താണ്, കേരള. A.city ഇപ്പോൾ കിടക്കുന്ന വാല്യൂ എന്താണ്, കേരള. A.state ഇപ്പോൾ കിടക്കുന്ന വാല്യൂ എന്താണ്, കേരള. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. നൗ ഇഫ് യു വാണ്ട് ടു ഡിസ്പ്ലേ ദ നെയിം യു ഹാവ് എൻ്റേർഡ്, അതായത് നെയിം എന്ന് പറയുന്നത് ABC ആയിട്ടല്ല എൻ്റർ ചെയ്തത്, അത് തന്നെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് നോക്കുക. അതായത് റീഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് നോക്കുക. സിറ്റി റീഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റർ ചെയ്ത് നോക്കുക. സ്റ്റേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കാം. ഞാനാണെങ്കിൽ എന്ത് എൻ്റർ ചെയ്യാൻ പോവാണ്, നെയിം എൻ്റർ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ABC ഞാൻ എൻ്റർ ചെയ്യുന്നു. ഞാൻ എൻ്റെ നെയിം എന്ന് പറയുമ്പോൾ നെയിം ഈക്വൽ ടു ABC എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റർ ചെയ്ത നെയിം തന്നെ വന്നല്ലോ. ഇനി സിറ്റി എന്ന് പറയുന്നത് എന്താണ്, TVM എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സിറ്റി എന്ന് പറയുന്ന TVM എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തില്ലേ. സ്റ്റേറ്റ് അതെന്ന് പറയുന്ന കേരള എന്ന് പറഞ്ഞു, സ്റ്റേറ്റും കേരള എന്ന് പറഞ്ഞില്ലേ. അതായത് അറ്റ് എ ടൈം എനിക്ക് ഒരെണ്ണം മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെയിം എടുക്കുകയാണ്, 3 എണ്ണം വാങ്ങിച്ചിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എൻ്റർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും 3 അഡ്രസ്സിനകത്ത്, ആ അഡ്രസ്സിനകത്ത് കിടക്കുന്നത്. കേരളയാണ് അവസാനം എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ മെമ്മറിക്കകത്ത് എന്തായിരിക്കും കിടക്കുന്നത്, കേരള ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ, നെയിം ആയിരുന്നാലും സിറ്റി ആയിരുന്നാലും സ്റ്റേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എന്തെന്നേ പറഞ്ഞു വരത്തുള്ളൂ, എനിക്ക് കേരള എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂണിയൻ. അപ്പോൾ യൂണിയൻ എന്തിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൽ S3 വരുമ്പോൾ, അല്ലെങ്കിൽ സെമസ്റ്റർ 3 വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അതിനകത്ത് ട്രീ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് യൂണിയൻ്റെ ആപ്ലിക്കേഷൻസ് വരും. അവിടെയൊക്കെ യൂണിയൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ വെച്ചും നിങ്ങൾ ചെയ്യാൻ പറ്റും, യൂണിയൻ വെച്ചും സ്പേസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂണിയൻ യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂണിയൻ.